എൻ്റെ സ്നേഹവാനായ ദൈവമേ, ഞാനും എൻ്റെ കുടുംബവും പണമോ ഭക്ഷണമോ പോലുള്ള ലൗകിക കാര്യങ്ങളെക്കുറിച്ച് ഇനി വിഷമിക്കാതിരിക്കാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളും അങ്ങിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയാം. കർത്താവെ, മുന്നോട്ടു പോകുവാനും മറ്റുള്ളവർക്ക് എന്നെ തന്നെ നൽകുവാനും എനിക്ക് ഒരു സാമ്പത്തിക അത്ഭുതം ആവശ്യമാണെന്ന് എനിക്കറിയാം. അങ്ങയുടെ ദയയും ഔദാര്യവും കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും നോക്കിയതിന് നന്ദി പറയുന്നു. കഴിഞ്ഞ എല്ലാ ദിനങ്ങളിലും എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനോർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ എല്ലാ സ്നേഹവും കരുണയും കൃപയും നൽകിയതിന് നന്ദി പറയുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് സമയമെടുക്കുമെന്ന് എനിക്കറിയാം. നല്ല ദൈവമേ, പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങയുടെ അനുഗ്രഹങ്ങൾ എന്നിലേക്ക് ഒഴുക്കണമേ. ദയവായി എനിക്ക് സാമ്പത്തിക അത്ഭുതം അയക്കണമേ. എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം. എൻ്റെ കുടുംബത്തിനും എൻ്റെ ചുറ്റുമുള്ളവർക്കും എന്നെ തന്നെ നൽകുവാനുള്ള ബുദ്ധി എനിക്ക് നൽകണമേ. പരിശുദ്ധ മാതാവേ, എനിക്ക് വേണ്ടി എൻ്റെ ഭവനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവായ ദൈവമേ, എൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി കാരണം എനിക്ക് നിസ്സഹായതയും വിഷമവും തോന്നുന്നു. അങ്ങയുടെ അസാമാന്യമായ ശക്തിയാൽ എന്നെ ശാന്തനാക്കാനും എൻ്റെ കഷ്ടതകളിൽ നിന്ന് എന്നെ അകറ്റാനും അങ്ങേക്ക് കഴിയും. പ്രിയ ദൈവമേ, എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കണമേ. അങ്ങേ അത്ഭുതത്താൽ എന്നോട് പ്രതികരിക്കണമേ. സമൃദ്ധിയോടെ എന്നെയും എൻ്റെ ഭവനത്തെയും അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ പിതാവേ, ഞാൻ എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല എന്നെനിക്കറിയാം. നന്ദിയോടെ ഞാൻ എൻ്റെ അപേക്ഷകൾ അങ്ങയോട് സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ ധനകാര്യങ്ങൾ അങ്ങയുടെ മുൻപാകെ അവതരിപ്പിക്കുന്നു. ഒരു സാമ്പത്തിക അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സമ്പത്തിന്റെ വർധനവിലും നഷ്ടങ്ങൾ കുറയുന്നതിനും പണത്തിന്റെ അഭാവം മൂലം എന്നിലുണ്ടാക്കിയ സമ്മർദ്ദവും വിഷാദവും ഉപേക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല ദൈവമേ, എൻ്റെ സാമ്പത്തിക സ്ഥിതി കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ആശങ്കയിലായിരുന്നു. മുന്നോട്ടു പോകുവാൻ എനിക്ക് അങ്ങയുടെ അനുഗ്രഹവും ശക്തിയും ആവശ്യമാണ്. ഈ ഭൗമിക പ്രശ്നങ്ങൾ എന്നിലുണ്ടാക്കുന്ന ഉത്കണ്ഠ ഒഴിവാക്കുവാൻ അങ്ങ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും സമ്മർദ്ദത്തിന്റെ ഈ ഉറവിടം കുറയ്ക്കുന്നതിനും എന്നെ നയിക്കണമേ. നല്ല ദൈവമേ, അങ്ങ് ദയയുള്ളവനും ക്ഷമിക്കുന്നവനുമായ ദൈവമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ നിരവധി സാമ്പത്തിക തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക അത്ഭുതം സൃഷ്ടിക്കുവാനും എനിക്ക് മുന്നോട്ട് പോകുവാൻ ആവശ്യമായ എല്ലാ ശക്തിയും നൽകുവാനും അങ്ങേക്ക് കഴിയുമെന്ന് എനിക്കറിയാം. എൻ്റെ എല്ലാ സാമ്പത്തിക കടങ്ങളും തീർക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കരുണാമയനായ ദൈവമേ, അമ്മയുടെ മാധ്യസ്ഥം വഴി എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങേക്ക് അവരെല്ലാം നന്നായി അറിയാം. എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും ഇടപഴകുവാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പ്രതീക്ഷയുടെ മഴവില്ലുകൊണ്ട് അങ്ങ് ഞങ്ങളെ മൂടണമേ. ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ ഒരുമിച്ച് ആകർഷിക്കണമേ. ഒരുമിച്ച് ആഘോഷിക്കുവാനും പരസ്പരം പരിപാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാനർ പോലെ സഞ്ചരിക്കുകയും ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യണമേ. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. നല്ല ദൈവമേ, ഞങ്ങളെ നയിക്കണമേ. ഒറ്റയ്ക്കും കൂട്ടായും ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രതീക്ഷയിൽ സ്നേഹം നിറഞ്ഞൊരു കുടുംബമാക്കി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധ മാതാവേ, ഇന്ന് ഞങ്ങളെല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൊണ്ടുവന്നതിന് നന്ദി പറയുന്നു. കുടുംബത്തിന്റെ മഹത്തായ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾക്കുള്ള സമാനതകൾക്കും ഞങ്ങൾ ആസ്വദിക്കുന്ന വ്യത്യാസങ്ങൾക്കും നന്ദി പറയുന്നു. പ്രായത്തിന്റെ ജ്ഞാനത്തിനും യുവത്വത്തിന്റെ ഊർജത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. വ്യക്തികൾ എന്ന നിലയിൽ അങ്ങ് ഞങ്ങളെ വീക്ഷിക്കുന്ന രീതിക്കും ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു ഭവനം എന്ന നിലയിൽ അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് പകരുന്ന രീതിക്കും നന്ദി പറയുന്നു.
നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചുവോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. കാരുണ്യവാനായ ദൈവമേ, എല്ലാ സൃഷ്ടികളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നേ ദിനം കാണാതെ വിട്ടുപോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിത്യതയിൽ അവരെയും ചേർക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾ പാപം ചെയ്ത് അങ്ങേ പുത്രന്റെ ദിവ്യ സാന്നിധ്യം നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. സദാ കൂടെ ആയിരിക്കുന്ന ഇമ്മാനുവേൽ അനുഭവത്തിന്റെ ഐശ്വര്യം ആസ്വദിക്കുവാൻ നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വ്യാപരിക്കുന്ന ലോകസുഖങ്ങളുടെ മാസ്മരികതയിൽ നിന്നും ഞങ്ങളെല്ലാവരെയും അങ്ങ് വീണ്ടെടുക്കണമേ. പിതാവായ ദൈവമേ, ദൈവസ്നേഹാനുഭവത്തിന്റെ ആനന്ദത്തിൽ നിന്നും ചിതറിക്കപ്പെട്ടു പോയ ഞങ്ങളുടെ ജീവിതങ്ങളെ വീണ്ടും അവിടുന്ന് ഒത്തുചേർക്കണമേ. ഒരിക്കലും പിരിയാതെ എന്നും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ പാപക്കറകളെ അനുതാപത്തിന്റെ കണ്ണുനീരാൽ കഴുകുവാൻ പാപബോധവും പശ്ചാത്താപത്തിന്റെ അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗീയ പിതാവേ, പാപബോധം നഷ്ടപ്പെട്ടു പോകുന്ന യുവതലമുറയെ പ്രത്യേകമായി അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധൂർത്തപുത്രന്റെ അവസ്ഥയിൽ നിന്നും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങി വരുവാൻ എല്ലാ യുവജനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത വിശുദ്ധീകരണം വഴി അനേകം നന്മകൾക്ക് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും അവിടുത്തെ ചുടുനിണത്താൽ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ കന്യകാമാതാവേ, ആഴമായ പാപബോധവും ദൈവാശ്രയത്വവും ഞങ്ങൾക്ക് ലഭിക്കുവാനായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാമ്മേ, പാപികളും ബലഹീനരുമായ ഞങ്ങൾ തന്നിഷ്ടം പോലെ അങ്ങേ പുത്രന്റെ കൽപ്പനകൾക്ക് തെല്ലും വില കൊടുക്കാതെ ഞങ്ങളുടെ സ്വന്തം നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചു. ഇന്നിതാ ഞങ്ങൾ അത് തിരിച്ചറിയുന്നു. ഞങ്ങൾ നടന്ന വഴികൾ അവിടുത്തെ മാർഗങ്ങളിൽ നിന്നും ഒത്തിരി വിഭിന്നമായിരുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. കരുണാമയനായ പിതാവേ, ഇനിയുള്ള നാളുകളിൽ അങ്ങേ സന്നിധിയിലേക്ക് ഒരു തിരികെ നടത്തത്തിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ പരിത്യജിക്കരുതേ. കരുണയുടെ വാതിലുകൾ ഞങ്ങൾക്കായി തുറക്കണമേ. ഞങ്ങൾ നടക്കുന്ന വഴികളിൽ കെണികൾ ഒരുക്കി കാത്തിരിക്കുന്ന പ്രലോഭകനെ തിരിച്ചറിയുവാനും വഴിമാറി നടക്കുവാനുള്ള വിവേകം ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കും നൽകണമേ. മരണം നിഴൽ വിരിക്കുന്ന വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് കൂടെ നടക്കുവാൻ മനസ്സാകണമേ. കൃപാസനം പ്രസാദപരമാതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും എല്ലാ തിന്മകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിന്റെ സംരക്ഷണത്തിന്റെ നീലാംഗിയാൽ ആശ്ലേഷിക്കണമേ. പരിശുദ്ധ മാതാവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങൾ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവരെ ഓർക്കുന്നു. നല്ല ഈശോയെ, ജോലിയിലെ അസ്ഥിരത മൂലവും ബിസിനസ് തകർച്ച മൂലവും സാമ്പത്തിക പ്രതിസന്ധികളിലും കടബാധ്യതകളിലുമായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മേ, തുടർച്ചയായുള്ള ചികിത്സാ ചെലവുകൾക്കായി ഭാരിച്ച തുക വേണ്ടി വരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം നൽകി ഞങ്ങളെല്ലാവരെയും ധൈര്യപ്പെടുത്തണമേ. ദൈവിക പദ്ധതികൾക്ക് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ജപമാല രാജ്ഞിയായ പരിശുദ്ധ കന്യകാമാതാവേ, ഞങ്ങൾക്കായും ലോകം മുഴുവനു വേണ്ടിയും അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞു പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനുമായ നല്ല ദൈവമേ, എല്ലാ നന്മകളുടെ ഉറവിടമായ അങ്ങേക്ക് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാ ഉപകാരികളെയും ബന്ധുമിത്രാദികളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ,
ദിവസവും നിരവധിയായ പാപങ്ങൾ ചെയ്ത ഞങ്ങൾ അവിടുത്തെ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പാപക്കറകളെ കുറിച്ച് ആത്മാർത്ഥമായി അനുതപിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ അനുരഞ്ജനത്തിന്റെ കുദാശയിലും ഞങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ പാപക്കടങ്ങളെ ഇളച്ചു തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ അവിടുത്തെ പുത്രനെ പാപപരിഹാര ബലിയായി നൽകിയ സ്നേഹത്തെ പ്രതി അങ്ങേക്ക് ആരാധന. ഒരിക്കലും പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രനിൽ നിന്നും അകന്നു പോകാതെ എന്നും പരിശുദ്ധ അമ്മയോടും അങ്ങേ പുത്രനോടും ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഈ നിമിഷം ഏറ്റവും പ്രത്യേകമായി പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയോടൊപ്പം അമ്മേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഏക സത്യദൈവമായ അങ്ങേ പുത്രനെ മറന്നു ജീവിച്ച ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും ഞങ്ങൾ ഓർക്കുന്നു. ലോകസുഖങ്ങളുടെ പിന്നാലെ ഞങ്ങൾ അലഞ്ഞപ്പോൾ കരുണയോടെ ഞങ്ങളുടെ തിരിച്ചുവരവിനായി അങ്ങേ പുത്രൻ കാത്തിരുന്നു. നല്ല ദൈവമേ, ഞങ്ങൾ അനുതാപത്തോടെ തിരിച്ചു വന്നപ്പോൾ സ്നേഹത്തോടെ ഞങ്ങളെ ചേർത്ത് പിടിച്ച അവിടുത്തെ വാത്സല്യത്തിന് പകരമായി ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉടനടി ഉത്തരം കിട്ടാതെ വരുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഞങ്ങളെ പിന്തുടരുമ്പോൾ, ദൈവമേ, ഞങ്ങളിൽ ആരെങ്കിലും പ്രശ്നം നോക്കുന്നവരെയും കൈനോട്ടക്കാരെയും ഒക്കെ തേടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ അവിവേകങ്ങൾ പുറത്ത് ഞങ്ങളെ അവിടുത്തെ സ്നേഹാനുഭവത്തിൽ നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ ആരെങ്കിലും അന്യദേവന്മാരെ ആരാധിക്കുകയോ കാഴ്ചകൾ സമർപ്പിക്കുകയോ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടുന്ന് മാത്രമാണ് ജീവിക്കുന്ന ദൈവമെന്ന ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, വിശ്വാസത്തിൽ നിന്നും അകന്നുപോയ എല്ലാവരെയും സഭയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെയും ഇന്നേ ദിനം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ നൽകി ഓരോരുത്തരെയും അങ്ങയുടെ സ്വന്തമാക്കി വീണ്ടെടുക്കണമേ. കുടുംബ പ്രാർത്ഥനയോ സഭാത്മക ജീവിതമോ ഇല്ലാതെ അലസമായ ജീവിതം നയിക്കുന്ന, സുഖലോലുപതയിൽ വ്യാപരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഓർത്ത് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, വിശ്വാസ ജീവിതത്തിന്റെയും സഭയുടെ തന്നെയും അടിത്തറ കുടുംബങ്ങളാണെന്ന തിരിച്ചറിവിൽ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, തീക്ഷ്ണമായ വിശ്വാസവും ബോധ്യങ്ങളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളെയും ഞങ്ങളുടെ യുവജനങ്ങളെയും പ്രത്യേകമായി അങ്ങയോട് കൂടുതൽ ചേർത്ത് നിർത്തണമേ. ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ ഉദാശകളിലൂടെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് സാധ്യമാകട്ടെ. പരിശുദ്ധ മാതാവേ, ഈ ദിവസങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് മരണമടഞ്ഞ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. രോഗികളായി ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്ന എല്ലാവരെയും അമ്മയുടെ മാതൃകരങ്ങളിൽ വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. നിത്യവിശ്രമം അവർക്ക് നൽകണമേ. പെട്ടെന്നുണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ. ക്രിസ്ത്യാനികളുടെ സഹായകമായ പരിശുദ്ധാമ്മേ, ഞങ്ങൾക്ക് വേണ്ടിയും വിശ്വാസ ജീവിതത്തിൽ നിന്നും അകന്നു കഴിയുന്ന എല്ലാവർക്കു വേണ്ടിയും അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. നിന്റെ പ്രവർത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. നല്ല ദൈവമേ, ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീതിനിഷ്ഠയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരെ സഹായിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളിൽ സന്തോഷത്തോടെ കഴിവിനൊത്ത് സഹായിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മടികൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കണമേ. പാവപ്പെട്ടവരോട് അനുകമ്പയും സ്നേഹവുമുള്ളവരായിരിക്കുവാനും അവരോട് പരമാർത്ഥ ഹൃദയത്തോടെ പെരുമാറുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അവിടുത്തെ മുഖം ഞങ്ങളിൽ നിന്ന് മറച്ചു കളയരുതേ. അവിടുത്തെ മുൻപിൽ എന്നും എളിമയും വിധേയത്വമുള്ളവരായി ജീവിക്കുവാൻ
ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും പക്ഷം ചേരുവാൻ, ക്രിസ്തു സ്നേഹത്തിന്റെ പരിമളം പരത്തുന്നവരായി മാറുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നല്ല ദൈവമേ, ആർഭാടങ്ങളും അനാവശ്യാഘോഷങ്ങളും ദൈവസ്നേഹത്തെ പ്രതി ഒഴിവാക്കുവാനും ദാരിദ്ര്യത്തിലും ദുരിതങ്ങളിലും കഴിയുന്നവരെ കഴിവിനൊത്ത് സഹായിക്കുവാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാമ്മേ, സാമ്പത്തിക അച്ചടക്കം പരിശീലിക്കുവാൻ ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കണമേ. സാമ്പത്തികമായി തകർച്ചയിലായിരിക്കുന്നവരെ പ്രത്യേകമായി അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളിൽപ്പെട്ട നട്ടം തിരിയുന്നവരെയും ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും ബിസിനസ് സംരംഭങ്ങൾ നഷ്ടത്തിൽ ആയിരിക്കുന്നവരെയും മറ്റുവിധ പ്രശ്നങ്ങളാൽ ജീവിതം ദുസ്സഹമായ എല്ലാവരെയും മാറാരോഗങ്ങളാൽ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ അത്ഭുതകരമായ സൗഖ്യവും വിടുതലുകളും അവിടുത്തെ നാമശക്തിയാൽ എല്ലാവരിലും സംഭവിക്കട്ടെ. എല്ലാവരും അങ്ങയുടെ രക്ഷയുടെ അനുഭവം തിരിച്ചറിയുവാൻ കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ അഭയവും രക്ഷാശിലയും എന്ന ഞങ്ങൾ ഏറ്റുപറയുന്നു. പരിശുദ്ധ മാതാവേ, ജീവിതം വഴിമുട്ടിയ എല്ലാവരെയും അങ്ങേ തിരുസുതന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളായിരിക്കുന്ന ആത്മീയ മരവിപ്പിന്റെ അവസ്ഥകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ പലപ്പോഴും പാപത്തിന്റെ മുൾച്ചെടിവുകളും ശാപത്തിന്റെ ജീർണതകളും നിറഞ്ഞ അവസ്ഥകളിലാകുന്നു. ഏറെ കരുതലോടെ അവിടുന്ന് നട്ടുവളർത്തിയ മുന്തിരിച്ചെടിയായിരുന്നിട്ടും നല്ല ദൈവമേ, അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധം ഫലം തരുവാൻ കഴിയാത്ത കാട്ടുമുന്തിരിയായി ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. ഈശോയെ, കൂടുതൽ കരുത്തോടെ വളരുവാനും ഏറെ ഫലം പുറപ്പെടുവിക്കുവാനും അവിടുന്ന് ഞങ്ങളെ വെട്ടിയൊരുക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിലും ഭവനങ്ങളിലും സമൂഹങ്ങളിലും ജോലിസ്ഥലങ്ങളിലും ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ മക്കളിലേക്കും അവിടുത്തെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. സുവിശേഷമാക്കുവാനും സുവിശേഷമേകുവാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കൊച്ചു ജീവിതം അപരന് നന്മകൾ ചെയ്തുകൊണ്ട് കൂടുതൽ സ്വർഗോന്മുഖമാക്കി മാറ്റുവാൻ കൃപയാകണമേ. ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുകയും ദുർബലമായ ഞങ്ങളുടെ അസ്ഥികളെ ബലപ്പെടുത്തുകയും നിരപ്പായ വഴികളിലൂടെ കരം പിടിച്ച് നടത്തുകയും ചെയ്യണമേ. നല്ല ദൈവമേ, ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ അവിടുത്തെ പുത്രനെ പാപപരിഹാര ബലിയായി നൽകിയ സ്നേഹത്തെ പ്രതി ഞങ്ങൾ നന്ദി പറയുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ എന്നും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നല്ല ദൈവമേ, അങ്ങയെ അറിയാതെ ജീവിച്ചിരുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് പ്രകാശമായി കടന്നു വരേണമേ. അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ വചനത്തിന്റെ വെളിച്ചം പരത്തേണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും എന്നും ഞങ്ങളിൽ നിലനിർത്തേണമേ. പ്രകാശത്തിന്റെ മക്കളെ പോലെ ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. ഓരോ നിമിഷവും അങ്ങയുടെ സ്നേഹത്തിലും സംരക്ഷണത്തിലുമായിരിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. അങ്ങയോട് വിശ്വസ്തതയും സമൂഹത്തോട് പ്രതിബദ്ധതയുമുള്ള വ്യക്തികളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, അവിടുന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നല്ല ദൈവമേ, അവിടുത്തെ കരങ്ങളിൽ ഉപകരണങ്ങളാക്കി മാറ്റിക്കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യണമേ. ഇന്ന് അവിടുത്തെ സന്നിധിയിലേക്ക് പ്രവാസ ജീവിതം നയിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെയും വീടും നാടും എല്ലാം വിട്ട് അന്യദേശത്തിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരുടെ പ്രവാസ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന എല്ലാ വിഷമതകളെയും അവിടുന്ന് ഏറ്റെടുത്ത് അവരുടെ കൂടെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, സ്നേഹവും സമാധാനവും കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും അമ്മയുടെ സ്നേഹത്തിന്റെ സംരക്ഷണത്തിന്റെ നീലാംഗിയാൽ പൊതിയണമേ. ഞങ്ങളിൽ ആരും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ അനുവദിക്കരുതേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിലും വന്ന് നിറയണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.
പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.